പിന്നെ അതല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ ബ്രോക്കർ നല്ലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാനിപ്പോ അവന് നമ്പർ അയച്ചു കൊടുത്തു, ഫോട്ടോ അവന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിന്റെ. അപ്പൊ കുട്ടിനെ കണ്ടാൻ ഇഷ്ടപ്പെട്ടത്രേ. ഇനിയിപ്പൊ നമ്മളെല്ലാവരും കൂടി ഒന്ന് കാണാൻ പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. എന്തിനത്ര തിരക്കിട്ട് കല്യാണം കഴിച്ചു കൊടുക്കണ ഏട്ടന്? ഈ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ കുട്ടിയും കുടുംബമൊക്കെ ആയിട്ട് അത് കഷ്ടപ്പെട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ കല്യാണമേ വേണ്ടായിരുന്നു എനിക്കിപ്പോ തോന്നുന്നത്. അമ്മ വീട്ടിൽ ഒരാളെങ്കിലും കുറച്ച് മനസ്സമാനത്തോടെ ജീവിക്കട്ടെ, കല്യാണമൊക്കെ പിന്നെ മതി. എന്തിനാ അവന്റെ കല്യാണം വൈകിക്കണം? നിങ്ങൾ രണ്ടാളും 10-22 വയസ്സാകുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് കല്യാണം വേണേ ഇനിയും വൈകിക്കരുതേ പറഞ്ഞില്ലേ? ഇപ്പൊ നല്ലൊരു ചെക്കന്മാരെയും കിട്ടി സന്തോഷത്തോടെ കുട്ടി കുടുംബത്തോടെ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ അവനും അതുപോലെ വേണ്ട ഒരു കുടുംബ ജീവിതം. ഇനിയിപ്പോ കല്യാണം കണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനങ്ങ് സഹിച്ചോളും. അതിനെക്കുറിച്ച് കുറച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവന് 10-33 വയസ്സായില്ലേ? ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ അവൻ നോക്കിയിരുന്നത്. ഇനി അവനൊക്കെ ഒരു കുടുംബമായി കഴിഞ്ഞാൽ അവൻ അവന്റെ കാര്യം നോക്കിക്കോട്ടെ. ഓ അങ്ങനെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇതിപ്പോ കല്യാണ കാര്യമാണ്, അല്ലാണ്ട് കുട്ടിക്കളിയൊന്നും അല്ല. ഇത് ഇന്നൊരു പെണ്ണ് കണ്ടു നാളെ തന്നെ കല്യാണം നടക്കുന്നതൊന്നും നടക്കൊന്നുമില്ല. ഒന്നാമത് ഏട്ടൻ ഗൾഫിൽ 2-3 വർഷം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരാം. ഇന്നത്തെ കാലത്ത് ഗൾഫുകാരെന്ന് പറഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ആദ്യം കണ്ടു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നേരിട്ട് പോയി കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ഇനി അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാല് ആ കാര്യമൊക്കെ വീട്. അതൊക്കെ രണ്ടാമത്തെ. സാധനങ്ങളുടെ കാര്യം പറ. അതന്നെയാണ് ഇപ്പൊ ഞാൻ പറയാൻ വരുന്നത്. അവൻ പെൺകുട്ടിന്റെ ഫോട്ടോ കണ്ടിട്ട് രണ്ടാളും വീഡിയോ കോൾ കൊണ്ട് സംസാരിച്ചിരിക്കുന്നു. പരസ്പരം അവർക്ക് ഇഷ്ടമായി, വീട്ടുകാർക്കും വലിയ കുഴപ്പമില്ല തോന്നി. അപ്പൊ പിന്നെ നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിക്കുന്ന പോലെയാ പോകുന്നത്. കല്യാണം ഉറപ്പിക്കുന്ന പോലെയോ? അപ്പൊ ജാതകം ഒന്നും ചേരണ്ടേ? ഇപ്പൊ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ജാതകത്തിൽ വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെന്താ പറഞ്ഞു പറഞ്ഞാൽ ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിച്ച പോലെ ആക്കിയിട്ട് വരിക. അടുത്ത മാസം പോകുമ്പോഴേക്കും കല്യാണം കഴിക്കാം. പിന്നെ അവൻ കൂട്ടിട്ട് പോകും, എന്തോ ചെയ്തോട്ടെ. ഇപ്പൊ കൊണ്ടുവന്ന സാധനം കുട്ടിക്കുള്ള വാച്ച്, ചെരുപ്പ്, മേക്കപ്പ് സാധനങ്ങള്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അവൻ അവൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തമ്മ ഈ പറയുന്നത്? എവിടെയോ കിടക്കണ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇത്രയും കാലം പണിയെടുത്ത പൈസ മുഴുവൻ കളഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരെ. കൂടെ പറഞ്ഞ ഞങ്ങൾക്കൊന്നും കൊണ്ടും വന്നിട്ടില്ല. അമ്മ ഈ കല്യാണം നടക്കുന്നതിൽ എന്ത് ഉറപ്പാണ് എടുത്തത്? ഇത് ഫോട്ടോ കണ്ടിട്ടും വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ഇഷ്ടമല്ലേ? ഈ ഫോണിലൊക്കെ ഒറിജിനൽ മുഖമൊന്നുമല്ല കാണുക, കുറച്ച് വെളുപ്പിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കാണുക. നേരിട്ട് കണ്ടിട്ട് ഏട്ടൻ അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? പോട്ടെ, അവക്ക് ഏട്ടനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? ഈ കല്യാണം നടക്കുവോ? ഓ അത് ശരി. അപ്പൊ നീ അവനോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല, അവൻ കൊണ്ടുവന്ന സാധനം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവന്റെ കല്യാണം കഴിക്കണ്ട, ജീവിതകാലം മുഴുവൻ നിങ്ങളൊക്കെ തീറ്റിപ്പോയി നടന്നാൽ മതി അല്ലേ?